പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് വയ്ക്കാം. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കാരുണ്യവും ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിന് വലിയ സ്നേഹവും അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയും മനുഷ്യജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായി ധ്യാനിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിൽ ഏവർക്കും നല്ലൊരു പ്രഭാതം, നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് എങ്ങനെ കാരണമാകുന്നു എന്നതിനെക്കുറിച്ചും ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ഊർജ്ജസ്വലവും ഇരുതലവായുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും മജ്ജയെയും വേർതിരിക്കുന്നിടത്തോളം തുളച്ചു കയറുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും താല്പര്യങ്ങളെയും പോലും തിരിച്ചറിഞ്ഞ് വിധിക്കുന്നതുമാണ്. ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപകൾ മനുഷ്യന് നൽകുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ആദിയിൽ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം വെറും വാക്കുകളല്ല, മറിച്ച് ജീവനും ഊർജവുമുള്ള ശക്തിയാണ് എന്ന് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ വചനം നമുക്ക് നൽകുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. അവർ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ നന്മയിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് ദൈവത്തിന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് തൻ്റെ വചനത്തിലൂടെ നമ്മെ വഴി നടത്തുകയാണ് ഓരോ ദിവസവും. ആ വലിയ സത്യം നാം തിരിച്ചറിയണം. ഈ വചനം ഒരു വെളിച്ചം പോലെ നമ്മുടെ പാതകളെ പ്രകാശിപ്പിക്കുന്നു. തെറ്റുകൾ സംഭവിക്കാതെ നമ്മെ കാക്കുന്നു. ശരിയായ തീരുമാനമെടുക്കാൻ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും താല്പര്യങ്ങളെയും വിധിക്കുന്നുവെന്ന് ഓർക്കുക. നന്മയും തിന്മയും തിരിച്ചറിയാനും തെറ്റായ വഴികളിൽ നിന്നും പിന്തിരിയുവാനും ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും ഈ വചനം നമ്മെ സഹായിക്കുന്നു. ഇത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും കുടുംബ ബന്ധങ്ങളുടെ നന്മയ്ക്കും സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഓരോ ദിവസവും ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ബലം നൽകുവാൻ തക്ക വിധത്തിൽ ആ വചനത്തെ സ്വന്തമാക്കുകയും നാം ചെയ്യണം. ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനും വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ഇത് നമ്മെ സഹായിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുസൃതമായി തീരട്ടെ. ദൈവഹിതത്തിന് അനുസൃതമായി നന്മ നിറഞ്ഞതായി തീരട്ടെ. സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളോടുള്ള നിൻ്റെ അളവറ്റ സ്നേഹത്തിനും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിൻ്റെ ശക്തമായ വചനത്തിനും ഈ ദിവ്യകാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും നയിക്കണമേ. കർത്താവേ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് നന്മയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിപൂർണമായ സ്നേഹവും പരിപൂർണമായ കൃപയും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ
സമൃദ്ധമായി നിറയുന്നതിന് കാരണമായി തീരട്ടെ. ഓരോ ദിവസവും ഓരോ വചനം പഠിച്ച്, പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ വചനം പഠിച്ച് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാം, കൃപ നിറഞ്ഞതാക്കാം. ദൈവത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ആ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിന് കാരണമായി തീരട്ടെ. വചനത്തിൻ്റെ അഭിഷേകം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധമായി നിറയട്ടെ. കർത്താവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ മിശിഹായുടെ പ്രത്യേകമായ കരുതലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും അവരുടെ വചനത്തിൻ്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ധാരാളം നിയോഗങ്ങളുണ്ട്. എല്ലാ നിയോഗങ്ങളും, വ്യക്തിപരമായ നിയോഗങ്ങൾ, സഭയുടെ നിയോഗങ്ങൾ, രാഷ്ട്രത്തിൻ്റെ നിയോഗങ്ങൾ എല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം തമ്പുരാൻ്റെ സ്നേഹവും തമ്പുരാൻ്റെ കരുണയും നിറഞ്ഞതായി തീരട്ടെ. ആ കരുണയും സ്നേഹവും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവിടെ നമുക്ക് നൽകിയ വചനത്തിൽ ആശ്രയിക്കാം. ദൈവവചനം നമ്മുടെ വഴികാട്ടിയായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.